ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഒരുപാട് കാലമായി നമ്മളിങ്ങനെ സംസാരിച്ചിട്ടില്ലേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. +1 സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ഈ വീഡിയോ ഒന്ന് കാണുക, കാരണം നിങ്ങൾക്കുള്ള വീഡിയോ ആണ്. ഇനി ഡൗട്ടുള്ള ആളുകളാണ്, സയൻസ് എടുക്കണോ കൊമേഴ്സ് എടുക്കണോ ഹ്യൂമാനിറ്റീസ് എടുക്കണോ എന്ന് ഡൗട്ടുള്ള ആൾക്കാർക്കും ഈ വീഡിയോ കാണാം. ഇനി കൃത്യമായിട്ട് കൊമേഴ്സ് എടുക്കണം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കണം എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നിർബന്ധിക്കുന്നില്ല, കാരണം നിർബന്ധമല്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നത്. നിങ്ങളെപ്പോലെ തന്നെ +2 സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. കാരണം ഞാൻ പഠിക്കുന്ന സമയത്തുള്ളൊരു ട്രെൻഡ്, അത്യാവശ്യം മാർക്കുള്ളൊരു കുട്ടി സയൻസ് എടുക്കും, കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടി കൊമേഴ്സ് എടുക്കും, നല്ല മാർക്ക് കുറഞ്ഞ കുട്ടി ഹ്യൂമാനിറ്റീസ് എടുക്കും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ക്ലാസ്സിൽ 40 കുട്ടികളിൽ 6ാം സ്ഥാനമായിരുന്നു 10ാം ക്ലാസ്സിൽ. പക്ഷേ ഫുൾ A+ ഒന്നുമില്ല, കുറച്ച് A+കളേ ഉള്ളൂ. പക്ഷേ എന്നാലും അന്ന് A+കളുടെ എണ്ണം ടോട്ടലി കുറവായിരുന്നു. പക്ഷേ മാർക്ക് 85% തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് അന്നത്തെ കാലത്ത് സയൻസ് കിട്ടാനുള്ള മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. സെക്കൻഡ് അലോട്ട്മെൻറ്റ് തന്നെ സയൻസ് കിട്ടി, ഞാൻ സ്കൂളിൽ പോയി. ഇതിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ ലാസ്റ്റത്തെ ഒരു 3 മാസം ഡിസംബർ മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് രാവെന്നോ പകലെന്നോ അല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ച ഒരു കാരണം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ +1 സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്ത് ചെയ്യാം, ട്യൂഷനൊന്നും പോകണ്ട, അല്ലെങ്കിൽ പ്രത്യേകിച്ച് അഡീഷണൽ ഇതൊന്നും വേണ്ട, പരീക്ഷൻ്റെ ലാസ്റ്റിലേക്ക് എന്ത് ചെയ്യാം പഠിക്കാമെന്ന മൈൻഡ് സെറ്റോട് കൂടിയാണ് +1 സയൻസ് എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ കയറി ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ നേരിട്ട് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച ഞാൻ +2ലേക്ക് പോകുന്നത് കംപ്ലീറ്റ് ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്ക് അടക്കം ഇംഗ്ലീഷിലേക്കായിരുന്നു. ഫിസിക്സിൽ പഠിച്ച പല ടേമുകളും നമ്മൾ ഇംഗ്ലീഷിലേക്ക് വരുന്ന സമയത്ത് ഒന്നും കേൾക്കാത്ത, ബാഹുബലിയിലെ ബബ്ബൊക്കെ പറയുന്നത് പോലെ തന്നെയുള്ളൊരു ക്ലാസ്സുകളായിരുന്നു അന്നൊക്കെ എനിക്ക് അനുഭവിച്ചത്. പക്ഷേ ട്യൂഷനൊന്നും പോകണ്ടെന്നു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കാരണം എനിക്ക് വൈകുന്നേര സമയങ്ങളിൽ കളിക്കണം, ശനി ഞായർ എനിക്ക് കളിക്കാൻ പോകണം, അതുകൊണ്ട് ട്യൂഷന് പോയാൽ ശനി ഞായർ കളിക്കാനൊന്നും പറ്റില്ല, ആ ഒരു മൈൻഡ് സെറ്റായിരുന്നു. അതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് കാലമൊക്കെ മുന്നോട്ട് പോയി. ഒരു 2 മാസം കഴിഞ്ഞു മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള ഒരു ചേഞ്ച് നമ്മൾ എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2 മാസത്തോളം എടുത്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ കുറേയൊക്കെ ട്രാക്കിലേക്ക് വന്നത്. മാത്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല, കാരണം ഒരുപാട് ടേംസും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ഫിസിക്സ് ആയിരിക്കും, കൂടാതെ തന്നെ കെമിസ്ട്രി ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു അബവ് സ്റ്റുഡൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ അത്രയും ബ്രൈറ്റ് ഉള്ള ഒരു കുട്ടിയാണ് ഞാൻ നിങ്ങളോട് ട്യൂഷനൊന്നും പോകണ്ടെന്ന് തന്നെ പറയും, കാരണം നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ പഠിക്കാൻ പറ്റും. ഇനി അല്ല കുറച്ചൊക്കെ ഒരു അതായത് ഫുൾ A+ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം നമ്മളെ പറ്റി, നമ്മൾ എത്രത്തോളം അടിപൊളിയാണ് നമുക്ക് കൃത്യമായുള്ള ധാരണ ഉണ്ട്. സോ അങ്ങനത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഒരു ട്യൂഷന് പോകുന്നതാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകൾ കാണുന്നൊരു കുട്ടിയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയേണ്ടതില്ല, ഏറ്റവും നല്ലത് നിങ്ങൾക്ക് സൈലത്തിൻ്റെ കിങ്സ് 11 ബാച്ച് ഉണ്ട്, അതേപോലെ തന്നെ അഗ്നി ബാച്ച് ഉണ്ട്. ഈ രണ്ടിലേതെങ്കിലും ഒന്ന് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതിൻ്റെ ഒരു റീസണ്, ഒന്ന് നിങ്ങൾക്ക് ഏത് കല്യാണത്തിൽ പോകാം, കളിക്കാൻ പോകാം, എന്തിനു പോലും കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ അന്ന് രാത്രി അല്ലെങ്കിൽ അന്ന് ആ ദിവസം ഒരു 2-3 മണിക്കൂർ മാറ്റി വെച്ചുകൊണ്ട് ആ ക്ലാസ് നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോരാ, അത് നിങ്ങൾ പഠിക്കണം. 10ാം ക്ലാസ് പോലെയല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ് നിങ്ങൾ വരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ +1 പരീക്ഷയോട് അടുത്തായിരിക്കണം. അതായത് നിങ്ങൾക്കറിയാം എക്സാം പാറ്റേണുകളൊക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആകുമ്പോഴാണ്, കോൺസെപ്റ്റ് മാത്രം വെച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് PYQ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണമെന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ കോൺസെപ്റ്റ് അറിയുന്ന ഒരു കുട്ടിക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന നമ്മളെ +1 മാത്സിൻ്റെ എക്സാമിനെ പറ്റി നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. കുറേ കുട്ടികൾ ടഫാന്ന് പറയുന്ന സമയത്തും കുറേ കുട്ടികൾ പറഞ്ഞത് എനിക്ക് അത്ര ടഫായിട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നില്ല സാറിന്. പക്ഷേ ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഇത്രയും ഡിഫറൻ്റ് ആയിട്ട് ചോദിച്ചൊരു എക്സാം ഏതെന്ന് വെച്ചാൽ അത് +1 മാത്സിൻ്റെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. കാരണം PYQS ആയിട്ട് കണക്ഷൻ ഇല്ലാത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ കണ്ടു. പക്ഷേ എന്നിട്ട് പോലും കുട്ടികൾക്ക് അത് എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ആ കുട്ടികളെ കോൺസെപ്റ്റ് അത്രയും ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഞങ്ങൾ കൃത്യമായിട്ട് കോൺസെപ്റ്റുകളൊക്കെ ഡീപ്പായിട്ട് പഠിപ്പിക്കും. ഇൻസ്റ്റാലാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ് കണ്ടതുപോലെ ഇൻസ്റ്റാലാണ്, മൈൻഡ് മാപ്പ്, വർക്ക്ഷീറ്റ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് +1 അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എൻട്രൻസ് കൂടി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബാച്ച് കിങ്സ് 11 ബാച്ചാണ്. അത് നിങ്ങൾ ജോയിൻ ചെയ്യുക. സോ 9995400800 എന്ന നമ്പറിൽ വിളിച്ചു നോക്കാം. ഞാൻ പേഴ്സണൽ റിക്വസ്റ്റ് ആണ്, ഇത് ഞാനൊരു ബാച്ച് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പറയല്ല. നമുക്കറിയാം സാധാരണ നമുക്ക് ബാച്ച് പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ടൈം ടേബിളൊക്കെ തരാറുണ്ട്. പക്ഷേ ഞാനിത് അങ്ങോട്ട് ചോദിച്ച് വാങ്ങിയൊരു വീഡിയോ ആണ്. അതിൻ്റെ റീസൺ ഇത്രേ ഉള്ളൂ, +1 ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ്. ഞാൻ ഇതുപോലെ ക്ലാസ് ഒന്നും ആദ്യം മുതലേ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല, അന്ന് യൂട്യൂബ് ക്ലാസ്സുകളൊന്നുമില്ല, അന്ന് ആപ്പ് ക്ലാസ്സുകളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ടച്ച് ഉണ്ടാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് യൂട്യൂബ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് റാൻഡമായിട്ട് തപ്പിയാൽ ചിലപ്പോൾ കിട്ടും. അത് നിങ്ങൾക്ക് കറക്റ്റ് എന്താ പറയുക സ്ട്രക്ചേർഡ് ആയിരിക്കില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പലതും സ്കാറ്റേഡ് ആയിട്ട്, ചിലപ്പോൾ യൂട്യൂബ് ക്ലാസ്സുകളിൽ തന്നെ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യണമെന്നില്ല. ആപ്പിൽ നിങ്ങൾക്ക് ഓരോ ചാപ്റ്ററും 4, 5, 6, 7 മണിക്കൂർ വരെ പഠിപ്പിച്ച്, അല്ലെങ്കിൽ അത്രയും ലെങ്തി ആയിട്ടാണ് പഠിപ്പിക്കുക. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും, കറക്റ്റ് ഓർഡറിലായിരിക്കും പഠിപ്പിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു പൈസ, വെറും 5000 സംതിങ്, 5200 സംതിങ്, എത്ര നിങ്ങൾക്ക് കറക്റ്റ് ഓർമ്മയില്ല, നിങ്ങൾക്ക് താഴെ കാണാൻ പോസ്റ്ററിൽ നോക്കിയാൽ കാണാൻ പറ്റും. അത്രയും ചെറിയൊരു പൈസ മാത്രമേ നിങ്ങൾക്കൊരു 1 ഇയറിലേക്ക് തന്നെ ഫീസായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഇത്രയും ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ അത് അത്രയും ചെറുതന്നെയാണ്. അതിൻ്റെ റീസൺ എന്താ,
നിങ്ങളിപ്പോൾ ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ പോകുകയാണെങ്കിൽ അവിടെ 25,000-30,000 ഫീസ് വരുന്നുണ്ട്. മിനിമം ഒരു 20K എബോവ് മിനിമം ഫീസ് വരുന്നുണ്ട്. അതേ സമയത്ത് അതിനേക്കാളൊക്കെ എത്രയോ ടൈംസ് നിങ്ങൾക്ക് അധികം വരുന്ന ഒരുപാട് ക്വാണ്ടിറ്റി ഉള്ള ഒരു ക്ലാസ്സാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ കിട്ടാൻ പോകുന്നത്. സോ നിങ്ങളുടെ മാക്സിമം എല്ലാ +1 പഠിക്കുന്ന ഫ്രണ്ട്സിനോട് ജോയിൻ ചെയ്യാൻ പറയുക. നിങ്ങളും ജോയിൻ ചെയ്യുക. ഞങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഞങ്ങൾ നിങ്ങളെയും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ.